കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്നേഹിതരായിരിക്കുന്ന എല്ലാവർക്കും യേശുവിൻ്റെ നാമത്തിലെ വന്ദനം അറിയിക്കുന്നു. ഇന്ന് രാത്രിയിൽ നമുക്ക് ദൈവസന്നിധി വരുവാൻ, കർത്താവിൻ്റെ വചനത്തിന് മുമ്പാകെ ആയിരിക്കാൻ ദൈവം ഒരുക്കി തന്ന വിലയേറിയ സാവകാശത്തിനായി ദൈവത്തിന് സ്തോത്രം കരയേറ്റുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 13-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വേദഭാഗങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് ധ്യാനിപ്പാനിടയായത്. പൗലോസിൻ്റെ 1-ാം മിഷണറി യാത്രയുമായി ബന്ധപ്പെട്ട് ദൈവത്തിൻ്റെ പ്രത്യേകമായ വിളിയുണ്ടാകുകയും ദൈവത്തിൻ്റെ വിളിയാൽ അവർ കടന്നുപോയി വളരെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത സുവിശേഷം അറിയിക്കുന്ന ചരിത്രമാണ് നമുക്ക് ഈ 13-ാം അധ്യായം തൊട്ട് പൗലോസിൻ്റെ 1-ാം മിഷണറി യാത്ര ആരംഭിക്കുകയാണ്. അതിൻ്റെ 4 മുതലുള്ള വേദഭാഗങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ 2-3 സ്ഥലങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യമായിട്ട് അവർ പോയ സ്ഥലത്തെക്കുറിച്ച് അവിടെ സൂചനയുണ്ട്. അതിനെ തുടർന്ന് ആ സ്ഥലങ്ങളിൽ ദൈവത്തിൻ്റെ വചനം സുവിശേഷം അറിയിക്കുമ്പോൾ അവർക്ക് നേരിട്ടതായ ചില പ്രതിബന്ധങ്ങളെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ഈ സംഭവങ്ങളെല്ലാം ആ അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. കർത്താവിന് സ്തോത്രം. അതുകൂടാതെ ഈ അധ്യായത്തിൽ പ്രധാനമായും 2-3 പ്രധാന സംഭവങ്ങൾ ഈ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 13-ാം അധ്യായം പഠിക്കുമ്പോൾ ഏകദേശം ആദ്യ നൂറ്റാണ്ടിൽ തന്നെ സുവിശേഷവുമായിട്ട് അപ്പോസ്തലന്മാർ വിവിധ സ്ഥലങ്ങളിലേക്ക് ചിതറിപ്പോയതായിട്ടാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ 13-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോഴാണ് യെരുശലേമിൽ നിന്ന് മറ്റിതര സ്ഥലങ്ങളിലേക്ക്, ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ വിശാലമായ പല സ്ഥലങ്ങളിലേക്കും ദൈവത്തിൻ്റെ വചനം ഏന്തിക്കൊണ്ട് ദൈവത്തിൻ്റെ ദാസന്മാർ പോകുന്ന ഒരു ചരിത്രമാണ് നമ്മളിവിടെ കാണുന്നത്. അവിടെ ഈ ചരിത്രം നമുക്ക് നൽകുന്നത് ലൂക്കോസാണ്. എന്നാൽ ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഇന്നത്തെ സഭാചരിത്രവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ സമയത്ത് തന്നെയാണ് ഏകദേശം തോമസ്, അപ്പോസ്തലനായ തോമസ് സുവിശേഷമായി കിഴക്ക് ഭാഗത്തേക്ക്, അല്ലെങ്കിൽ നമുക്കറിയാം ഇന്ത്യയിലേക്ക് വന്നതായിട്ട് ചരിത്രം അങ്ങനെ പറയുന്നുണ്ട്. AD 52 സെൻറ് തോമസ് കേരളത്തിൽ വന്നത്, അല്ലെങ്കിൽ ഇന്ത്യയിൽ വന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെയാണ് നമ്മുടെ ഒരു ക്രിസ്തീയ പാരമ്പര്യം പറയുന്നത്. ഒരു വേദപഠിതാവിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ചരിത്ര പഠിതാവിനെ സംബന്ധിച്ച് അവർ പറയുന്നത് സെൻറ് തോമസ് വന്നു എന്ന് പറയുവാനും വന്നില്ല എന്ന് പറയുവാനും തെളിവുകളുണ്ടെന്ന് വാദിക്കുന്നവരുണ്ട്. എന്തായാലും ഒരു കാര്യം സത്യമാണ്, ആദ്യ നൂറ്റാണ്ട് മുതൽ തന്നെ ക്രിസ്തീയ അനുഭവങ്ങൾ അല്ലെങ്കിൽ ക്രിസ്തീയ സാക്ഷ്യം നമ്മുടെ ദേശത്തുണ്ടായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതിന് ധാരാളം തെളിവുകളുണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ സാരം, ലൂക്കോസ് ഒരുപക്ഷെ എന്തുകൊണ്ടത് രേഖപ്പെടുത്തിയില്ല എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലെ അതിനെക്കുറിച്ച് വേദചിന്തകന്മാർ പറയുന്നത്, ഈ ഭാഗത്ത് അന്ന് നിലവിലുള്ള റോമൻ സാമ്രാജ്യമാണ്. അപ്പോൾ റോമിലേക്ക് ഇതെങ്ങനെ എത്തി, അല്ലെങ്കിൽ റോമിലേക്ക് ഉള്ള യാത്രയായിരുന്നു പ്രധാനമായിട്ടും ലൂക്കോസ് ലക്ഷ്യം വെച്ചിരുന്നതെന്നാണ് അതിൻ്റെ ഒരു ആൻസർ എന്ന് പറയുന്നത്. ഈ പ്രദേശത്ത് നിന്ന്, യെരുശലേമിൽ നിന്ന് റോമിലേക്ക്, അന്നുണ്ടായിരുന്ന സാമ്രാജ്യ തലസ്ഥാനമായിരുന്ന റോമിലേക്ക് ഈ സുവിശേഷം ചെല്ലുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ സ്ഥലങ്ങളിൽ എങ്ങനെ ഇത് ഓരോ ഇടങ്ങളിലും ചെന്ന് ദൈവത്തിൻ്റെ വചനം സുവിശേഷം പന്തലിച്ചു എന്ന് പറയാനാണ് ലൂക്കോസ് അധികം താല്പര്യം കാണിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. എന്തായിരുന്നാലും നമുക്ക് ലഭിച്ച ചരിത്ര വിവരണങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അതിനകത്ത് ഇന്നും സുവിശേഷീകരണത്തോട് ബന്ധപ്പെട്ട് നമ്മൾ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുവാൻ വളരെയധികം സഹായകരമാണ്. ആ നിലയിൽ അന്ന് നിലവിലിരുന്ന റോമൻ കോളനികൾ, റോമൻ പട്ടണങ്ങൾ, ഇതൊക്കെയാണ് ലൂക്കോസ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഒന്നാമത്തെ സ്ഥലം, പരിശുദ്ധാത്മാവരെ പറഞ്ഞയച്ചിട്ട് 4-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന, അവർ സെലൂക്കയിലേക്ക് ചെന്നു. അവിടെ നിന്ന് കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലേക്ക് പോയി. കുപ്രോസ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഓർപ്പിച്ചത്, ബർണ്ണബാസിൻ്റെ സ്ഥലമാണ്. ബർണ്ണബാസും ശൗലുമാണ് ഇതിലെ പ്രധാന അംഗങ്ങൾ. അവർ രണ്ടുപേരെയുമാണ് പരിശുദ്ധാത്മാവ് അവരെ വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പിനെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞ ദൈവിക നിയോഗമെടുത്ത് കടന്നു പോകുന്നവർ അവർ രണ്ടുപേരാണ്. ബർണ്ണബാസും ശൗലും അങ്ങനെ അതിനായിട്ട് കടന്നു പോകുന്നു. അങ്ങനെ അവർ ബർണ്ണബാസിൻ്റെ സ്ഥലത്ത് തന്നെ ആദ്യമായിട്ട് 4-ാം അധ്യായം 36-ാം വാക്യം വായിക്കുമ്പോൾ ബർണ്ണബാസിൻ്റെ സ്ഥലമായിരുന്നു കുപ്രോസ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ആ ദേശത്ത് ചെന്ന് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം അല്ലെങ്കിൽ സുവിശേഷം അറിയിക്കുവാനായിട്ട് അവർ അവിടെ ചെന്ന് ദൈവവചനം പള്ളിയിൽ പ്രസംഗിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്.
പിന്നീട് നമ്മൾ താഴോട്ട് വായിച്ചു വരുമ്പോൾ പാംഫോസ് എന്നൊരു സ്ഥലത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. പാംഫോസ് എന്ന് പറയുന്ന സ്ഥലത്ത് അവർ ചെന്ന് ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുന്നു. അതിനുശേഷം അവിടെ ചില അനുഭവങ്ങളെക്കുറിച്ച് പറയുന്നു. ഗലേഷ്യ അല്ലെങ്കിൽ ഗലാത്യ എന്ന് പറയുന്ന പ്രദേശത്ത് അവർ ചെല്ലുന്നതായിട്ട് വായിക്കുന്നുണ്ട്. പിന്നീട് താഴോട്ട് വരുമ്പോൾ ലുസ്ത്ര എന്ന് പറയുന്നൊരു സ്ഥലത്തെക്കുറിച്ച് വായിക്കുന്നു. സലാമീസ് എന്ന് പറയുന്ന ഒരു സ്ഥലം നമ്മളിതിൻ്റെ ഇടയ്ക്ക് വായിക്കുന്നുണ്ട്. ഈ സ്ഥലങ്ങളെയൊക്കെ കുറിച്ച് വായിക്കുമ്പോഴും അല്ലെങ്കിൽ ഓരോ സ്ഥലങ്ങൾക്കും ചില പ്രത്യേകതകളും അല്ലെങ്കിൽ ഓരോ സ്ഥലങ്ങളിലും അവർ ചെന്ന് സുവിശേഷം അറിയിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രത്യേക അനുഭവങ്ങളും ഒക്കെ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളതിൻ്റെ 4 മുതലുള്ള ചില വാക്യങ്ങളിലേക്കൊന്ന് വരാം. പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചിട്ട് അവർ സെലൂക്കയിലേക്ക് ചെന്നു. ദൈവത്തിൻ്റെ ആത്മാവ് അവരെ പറഞ്ഞയച്ചത് എങ്ങനെയാണ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അല്പം ചിന്തിച്ചതാണ്. ആ ഭാഗത്തേക്ക് ഇനി പോകുന്നില്ല. അവിടെ നിന്ന് കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലേക്ക് പോയി സലാമീസിൽ ചെന്ന് യഹൂദന്മാരുടെ പള്ളിയിൽ ദൈവവചനം അറിയിച്ചു. യഹൂദന്മാരുടെ പള്ളി എന്ന് പറയുന്നത് സിനഗോഗാണ്. എന്തുകൊണ്ട് അവർ സിനഗോഗ് തിരഞ്ഞെടുത്തു? നമുക്കറിയാം, പൗലോസ് ഒരു പരീശനായിരുന്നു, ഒരു റബിയായിരുന്നു, ഒരു ഗുരുവായിരുന്നതുകൊണ്ട് തൻ്റെ വേഷവിധാനം കൊണ്ടുകൂടൊക്കെ ഒരുപക്ഷെ അവിടെ ചെല്ലുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹം ഒരു ഗുരുവാണ്, റബിയാണെന്നുള്ളത് മനസ്സിലാക്കുവാൻ കഴിയും. നമ്മുടെ ക്രിസ്തീയ ആരാധനയുടെ ഒരു പിന്തുടർച്ചയെന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളിന്ന് സ്വീകരിച്ചു വന്നിരിക്കുന്ന പല ആരാധന രീതികളുടെയും ഒരു മുന്നോടിയായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത് സിനഗോഗിലെ ആരാധനയാണ്. സിനഗോഗിലെ പ്രാർത്ഥനയിൽ പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് ദൈവവചനം എന്ന് പറയുമ്പോൾ നമുക്ക് പുതിയ നിയമം കൂടെ ഉണ്ട്. എന്നാൽ അവരെ സംബന്ധിച്ച് ഇവിടെ നമ്മളതിന് ഈ അധ്യായത്തിൽ തന്നെ കാണുന്നുണ്ട്. പഴയ നിയമമായിരുന്നു. പഴയ നിയമ വേദഭാഗങ്ങൾ അവർ വായിക്കും, പ്രവാചക പുസ്തകത്തിൽ നിന്ന്, അതുപോലെ തന്നെ മറ്റ് ഇതര ഭാഗങ്ങളിൽ നിന്നൊക്കെ, എഴുത്തുകളിൽ നിന്ന്, ചരിത്ര പുസ്തകങ്ങളിൽ നിന്നൊക്കെ അവർ സിനഗോഗിലെ ഒരു ഉയർന്ന സ്ഥലത്ത് നിന്ന് ഇത് വായിക്കും. ആ വായിച്ചതിന് ശേഷമായിട്ട് അവരിൽ ആരെങ്കിലും ഒരാൾ ഒരു എക്സോട്ടേഷൻ അല്ലെങ്കിൽ ഒരു പ്രബോധനമായിട്ട് സംസാരിക്കുന്ന രീതിയായിരുന്നു സിനഗോഗ് വർഷിപ്പിലുണ്ടായിരുന്നത്. ഇതുതന്നെയാണ് നമുക്ക് പിന്നീട് നമ്മുടെ ആരാധന രീതിയിലുമൊക്കെ നമുക്ക് പിന്നീട് കാണുവാനായിട്ട് കഴിയുന്നത്. അതിനൊരു തെളിവായിട്ടാണ് നമ്മൾ ഈ അധ്യായത്തിൻ്റെ 16-ാം വാക്യം, 15-ാം വാക്യം ഒന്ന് വായിക്കാമോ? 15-ാം വാക്യം, 13-ന്റെ 15-ാമത്തെ വാക്യം. ന്യായപ്രമാണവും പ്രവാചകങ്ങളും വായിച്ചു തീർന്നപ്പോൾ, 13-ാം അധ്യായമാണ് നമ്മൾ എടുക്കുന്നത്. 13-ന്റെ 15-ാം വാക്യത്തിൽ ന്യായപ്രമാണവും പ്രവാചകങ്ങളും വായിച്ചു തീർന്നപ്പോൾ പള്ളിപ്രമാണികൾ അവരുടെ അടുക്കൽ ആളയച്ച്, സഹോദരന്മാരെ, നിങ്ങൾക്ക് ജനത്തോട് പ്രബോധനം വല്ലതും ഉണ്ടെങ്കിൽ പറവീനെന്ന് പറയിച്ചു. പൗലോസ് എഴുന്നേറ്റാമെങ്കിൽ. അപ്പം ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, അപ്പോൾ പള്ളിയിൽ അവർ സിനഗോഗിൽ ചെന്നിരിക്കുകയാണ് യഹൂദന്മാരെന്നുള്ള നിലയിൽ. ഒരു പക്ഷേ പൗലോസിന്റെ വേഷം കൊണ്ടത് മനസ്സിലായിക്കൊണ്ടായിരിക്കും അവർ റബി എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തോട് ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഈ വായിച്ചു കേട്ട അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന്, പഴയ നിയമ ഭാഗങ്ങളിൽ നിന്ന് പ്രബോധനമായി ജനത്തോട് സംസാരിക്കാനുണ്ടെങ്കിൽ. അങ്ങനെയാണ് തുടർന്ന് പൗലോസിന്റെ ദീർഘമായൊരു പ്രസംഗം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ആ പ്രസംഗത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ സിനഗോഗ് തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്? അപ്പം പൗലോസിനെ സംബന്ധിച്ച് താനൊരു പരീക്ഷനാണ്, സിനഗോഗുകളിലാണ് തനിക്ക് പ്രവേശനമുണ്ട്, അവിടെ പ്രബോധിപ്പിക്കാനുള്ള അവസരം ലഭിക്കുന്നുണ്ട്. ഇതെല്ലാം സുവിശേഷത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി തന്നെ ഉപയോഗിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണുവാൻ കഴിയും. ഏറ്റവും ആക്സസിബിളായിട്ടുള്ള, ഏറ്റവും ചെന്ന് കയറുവാൻ പറ്റുന്നൊരിടം. 2-3 കാര്യങ്ങൾ അതിനുണ്ട്. ഒന്ന്, സിനഗോഗ് എന്ന് പറയുമ്പോൾ അതൊരു ആരാധനാ സ്ഥലമാണ്. യഹൂദന്മാർക്ക് സ്വാഭാവികമായിട്ടും ഒരു മശിയായെക്കുറിച്ചുള്ളൊരു പ്രതീക്ഷ അവർക്കുണ്ട്. മശിയായ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരായിരുന്നു യഹൂദന്മാർ. അപ്പോൾ ആ മശിയായെക്കുറിച്ചുള്ള പ്രതീക്ഷയോടിരിക്കുന്നവരോട് യേശുവിനെ കുറിച്ച്, സാക്ഷാൽ മശിയെക്കുറിച്ച് പ്രസംഗിക്കാൻ ഒരുപക്ഷെ വളരെ സഹായകരമായിരുന്നു. അവരത് വിശ്വസിക്കുകയോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു കാര്യം. എങ്കിലും മശിഹായെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിൽ അവർ പ്രതീക്ഷയോടിരിക്കുന്ന വിഷയമായതുകൊണ്ട് ആ വിഷയത്തിൽ സിനഗോഗ് തന്നെ അദ്ദേഹം തിരഞ്ഞെടുത്തു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. രണ്ടാമതായിട്ട്, ഈ സിനഗോഗ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ശ്രോതാക്കളെ ലഭിക്കാൻ നല്ല സാധ്യതയുള്ളൊരു സ്ഥലമാണ്. അവിടെ യഹൂദന്മാരെല്ലാം കൂടി വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു കൂട്ടം അവിടെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ അവരോട് കർത്താവിനെ സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട് സിനഗോഗ് തിരഞ്ഞെടുത്ത് കാണുവാനായിട്ട് കഴിയും. മറ്റൊന്ന്, അതൊരു പ്രവർത്തന കേന്ദ്രമായി ആ സിനഗോഗുമായി ചുറ്റിപ്പെട്ട അതിനോട് ചുറ്റിപ്പറ്റിയായിരുന്നു എൻ്റെ പ്രവർത്തന മേഖലയെന്നും നമുക്ക് ഇത് പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട്. ഒരു പ്രവർത്തന കേന്ദ്രമായി സിനഗോഗിനോട് ചേർന്ന് തന്നെയാണ് പൗലോസ് തൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇങ്ങനെ പല കാര്യങ്ങളായിരിക്കാം. ഇങ്ങനെ 3-4 പ്രധാനപ്പെട്ട റീസണാണ് സിനഗോഗ് ഒരു പ്രസംഗവേദിയായി അല്ലെങ്കിൽ തൻ്റെ പ്രവർത്തനത്തിൻ്റെ ഇടമായിട്ട്
ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. 13-ാം അധ്യായത്തിൽ മാത്രമല്ല, പിന്നീട് നമ്മൾ വരുമ്പോഴും അവിടെ 14-ാം അധ്യായത്തിന്റെ ഒന്നുകൂടെ വായിച്ച് ഇക്കോന്യയിൽ വായിക്കുന്നു. പല വാക്യങ്ങളുണ്ട്. 14:1 ഇക്കോന്യയിൽ അവർ ഒരുമിച്ച് യഹൂദന്മാരുടെ പള്ളിയിൽ ചെന്ന് യഹൂദന്മാരിലും യവനന്മാരിലും വലിയൊരു പുരുഷാരം വിശ്വസിപ്പാൻ തക്കവണ്ണം സംസാരിച്ചു. അപ്പോൾ ഇതെല്ലാം നമ്മൾ ആ പള്ളി എന്ന് പറഞ്ഞിരിക്കുന്നത് യഹൂദന്മാരുടെ സിനഗോഗാണ്. അവിടെ പൗലോസിന് പ്രവേശനമുണ്ട്. പൗലോസ് ഒരു പരീശനായതുകൊണ്ടും ഒരു റബി ആയിരുന്നതുകൊണ്ടും തനിക്ക് സംസാരിക്കാൻ അവസരം ലഭിക്കുന്നത് കൊണ്ടൊക്കെയാണ് എന്നുള്ള കാര്യം നാം മനസ്സിലാക്കാതെ സുവിശേഷത്തിന് വ്യാപ്തിക്കായിട്ട് പൗലോസ് അത് ഉപയോഗിക്കുകയാണ്. നിശ്ചയമായിട്ടും അവിടെ എതിർപ്പുണ്ടായി. ചില സന്ദർഭങ്ങൾ നമ്മൾ താഴോട്ട് വായിച്ചു വരുമ്പോൾ കാണുവാൻ കഴിയുന്നത് ചിലയിടങ്ങളിലൊക്കെ എന്തുണ്ടാകുന്നുണ്ട്, പള്ളിയിൽ തന്നെ എതിർപ്പുണ്ടാകുന്നുണ്ട്. കാരണം സത്യസുവിശേഷം പ്രസംഗിക്കപ്പെട്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഈ പറയുന്ന യേശു മശിഹ ആണെന്നുള്ള സത്യം അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ അവിടെ ഡിവിഷൻ ഉണ്ടാകുന്നുണ്ട്. ഒരു കൂട്ടരതിനെ അനുകൂലിക്കുകയും ഒരു കൂട്ടരതിനെ പ്രതികൂലമായി എഴുന്നേൽക്കുകയും ചെയ്യുന്ന കാഴ്ച നമുക്ക് ഇവിടെ തന്നെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് പൗലോസ് സിനഗോഗിനെ ഒരു പ്രധാന കേന്ദ്രമായി തിരഞ്ഞെടുക്കുവാനുണ്ടായ ഒരു കാരണം. പിന്നീട് നമ്മൾ ലിസ്ട്ര എന്ന സ്ഥലത്തെക്കുറിച്ച് വായിക്കുമ്പോഴും അവിടെയും പല കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ 13-ാം അധ്യായത്തിന്റെ താഴോട്ടുള്ള വേദഭാഗം നമ്മൾ വായിച്ചു വരുമ്പോൾ അവർ ദൈവവചനം അറിയിക്കുന്ന ഇടങ്ങളിൽ എന്താണ് സംഭവം? സലാമീസിൽ ചെന്ന യഹൂദന്മാരുടെ പള്ളിയിൽ ദൈവവചനം അറിയിച്ചു. അപ്പോൾ എന്തുകൊണ്ട് സിനഗോഗ് തിരഞ്ഞെടുത്തു എന്ന് ഞാൻ പറഞ്ഞു. മറ്റൊരു കാര്യം അവിടെ എടുത്തു പറയുന്നത്, യോഹന്നാൻ അവർക്ക് ഭൃത്യനായിട്ട് ഉണ്ടായിരുന്നു. യോഹന്നാൻ അവർക്ക് ഭൃത്യനായിട്ട് ഉണ്ടായിരുന്നു. ആരാണ് ഈ യോഹന്നാൻ? നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം, മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം വായിക്കുമ്പോൾ ഈ പേര് യോഹന്നാന്റെ, മർക്കോസിന്റെ സുവിശേഷം 12:25 വായിക്കാമോ? സോറി, ആ വാക്യമല്ല. മർക്കോസ്, യോഹന്നാന്റെ സുവിശേഷം നോക്കിയേ. യോഹന്നാന്റെ സുവിശേഷം എനിക്ക് തെറ്റിയതാണോ? എനിവേ, ഈ യോഹന്നാൻ എന്നുള്ള പേര്, അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന യോഹന്നാനാണോ? യോഹന്നാൻ 12:25 അല്ല. ഇനി ഈ ജോൺ മാർക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന യോഹന്നാൻ എന്ന് പറയുന്നത് മർക്കോസിന്റെ ഒരു മറുപേരാണ്. അത് നമ്മളവിടെ വായിക്കുന്നുണ്ട്, മർക്കോസിന്റെ ഒരു മറുപേര്. അപ്പൊ അന്ന് നമ്മൾ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇവിടെ തന്നെ പൗലോസ് എന്ന പേര് ആദ്യമായിട്ട് ലൂക്കോസ് രേഖപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ ആദ്യമായിട്ട് ഇവിടം തൊട്ടാണ് പൗലോസ് എന്നുള്ള പേര് ഇവിടം തൊട്ട് പരാമർശിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നിങ്ങൾ 13-ാം അധ്യായം താഴോട്ട് വായിച്ചു വരുമ്പോൾ അതിന്റെ 10-ാം വാക്യം വായിച്ച്, അല്ലെങ്കിൽ 9-ാം വാക്യം, 13-ന്റെ 9-ാം വാക്യം, പൗലോസ് എന്ന് പേരുള്ള ശൗൽ. അപ്പൊ ഇതുവരെ ശൗൽ എന്നാണ് അറിയപ്പെട്ടത്. ഇപ്പൊ ഈ 13-ാം അധ്യായം തൊട്ട് ഇനി എല്ലാം പൗലോസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെയാണ് ലൂക്കോസ് നമുക്ക് ശൗലിന്റെ പൗലോസ് എന്നുള്ള പേര്. ഓക്കെ, താങ്ക് യു. അതേത് വാക്യമായിരുന്നു? മർക്കോസ്, അപ്പോസ്തല പ്രവൃത്തി, അപ്പോസ്തല പ്രവൃത്തിയിൽ തന്നെ 12:20. ഓക്കെ, 12:25 മർക്കോസ് എന്ന് മറുപേരുള്ള യോഹന്നാൻ. ഓക്കെ, മർക്കോസ് എന്ന് മറുപേരുള്ള യോഹന്നാൻ. അപ്പൊ എന്താ ഈ രണ്ടു പേര് വന്നതെന്ന് പറയാനാണ് ഞാൻ കാര്യം. അപ്പം ഈ ശൗലെന്ന് പറയുന്ന പേര് യഹൂദന്മാരെ സംബന്ധിച്ച് ഇങ്ങനെ രണ്ട് പേരുകളെന്നുണ്ട്, രണ്ട് പേരുകൾ ഇടുന്ന ഒരു രീതി എന്നുണ്ട്. ഇവിടെ നമ്മൾ കണ്ടു മർക്കോസ് എന്ന് മറുപേരുള്ള യോഹന്നാനാണെന്ന് പേര്. പക്ഷെ മാർക്കെന്നും പോളെന്നും ഒക്കെ പറയുന്നത് അന്നത്തെ റോമൻ പേരുകളാണ്. അപ്പോൾ ആ റോമിൽ അല്ലെങ്കിൽ റോമൻ കോളനികളിലൊക്കെ ജീവിക്കുമ്പോൾ അവർ രണ്ടാമതൊരു പേരൂടെ സ്വീകരിക്കുമായിരുന്നു. അപ്പോൾ പൗലോസ് പിന്നീട് വിജാതീയരുടെ ഇടയിലേക്ക് സുവിശേഷമായിട്ട് കടന്നു പോകുമ്പോൾ ഈ പേര് സ്വീകരിച്ചു എന്നാണ് കാണുവാൻ. അതുകൊണ്ടാണ് അവിടെ ലൂക്കോസ് അതിനെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ പൗലോസ് എന്ന് പേരുള്ള ശൗൽ. പിന്നീട് നമ്മൾ വായിക്കുന്നിടത്തെല്ലാം ഇനി പൗലോസ് എന്നാണ് വായിക്കുന്നത്, പൗലോസ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ തൊട്ടങ്ങോട്ട് എല്ലാ അധ്യായങ്ങളിലും പൗലോസ് എന്നുള്ള പേരാണ്. അപ്പോൾ ഈ യാത്രയിൽ ബർണ്ണബാസിനോടും ശൗലിനോടും കൂടെ, അല്ലെങ്കിൽ പൗലോസിനോടും ഒപ്പം ഉണ്ടായിരുന്നത് ആരായിരുന്നു? മർക്കോസ് എന്ന് മറുപേരുള്ള യോഹന്നാനും കൂടെ ഒരു ഭൃത്യനായിട്ട് ഉണ്ടായിരുന്നു എന്ന് നമ്മളിവിടെ കണ്ടു. നമ്മൾ പല സന്ദർഭങ്ങളിൽ അതിനെക്കുറിച്ച്
ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് സന്ദേശം കേൾക്കാറുണ്ട്. ഈ മർക്കോസ് അല്ലെങ്കിൽ ഈ യോഹന്നാൻ, മർക്കോസ് എന്ന മറുപേരുള്ള ഈ യോഹന്നാൻ അവർക്ക് ഭൃത്യനായിട്ട്, നോക്കി അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം അതാണ്, അവന് യോഹന്നാൻ അവർക്ക് ഭൃത്യനായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഭൃത്യൻ, നമ്മൾ മലയാളത്തിൽ ഭൃത്യൻ എന്ന് പറയുമ്പോൾ സെർവൻ്റ് എന്നുള്ളൊരു വാക്കാണ്. പക്ഷേ അതിനകത്ത് ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്നൊരു വേർഡ് എന്ന് പറയുന്നത്, ഇപ്പം നമ്മളൊരു സ്ഥലത്ത് ചെന്ന് പൗലോസും ബർന്നബാസും ഒക്കെ ഇങ്ങനെ ദൈവവചനം പ്രസംഗിക്കുകയാണ്. ദൈവവചനം പ്രസംഗിക്കുമ്പോൾ നമ്മൾ പറയല്ലോ അവിടെ കുഞ്ഞുങ്ങളൊക്കെ കാണും, അല്ലെങ്കിൽ ചെറിയ പിള്ളേർ, ചെറിയ കുട്ടികളൊക്കെ കാണും. അവരോടൊക്കെ അറിയാവുന്ന രീതിയിൽ ഈ പ്രസംഗത്തോട് ബന്ധപ്പെട്ട്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്ന ഒരു ജോലി, അല്ലെങ്കിൽ അവരോടൊക്കെ ആവുന്ന രീതിയിൽ സുവിശേഷമൊക്കെ പറയുകയോ അല്ലെങ്കിൽ യേശുവിനെ കുറിച്ചൊക്കെ പറയുന്ന ഒരു രീതിയായിരുന്നു ഈ മർക്കോസ് അവലംബിച്ചതെന്നാണ് ഒരു കൂട്ടർ പറയുന്നത്. അവിടെ ക്ലിയർ അല്ല, ഈ ഭൃത്യൻ എന്നുള്ള വാക്കുകൊണ്ട് എന്താണ് അർത്ഥം? ഇവരെ ശാരീരികമായി സഹായിക്കാനാണോ, പൗലോസിനെയും ബർന്നബാസിനെയും ഒരു സഹായകനായിട്ട് മർക്കോസ് പോയതാണോ, ഫിസിക്കലായിട്ടുള്ളൊരു ഹെൽപ്പാണോ ചെയ്തത് എന്നൊന്നും ആ വാക്കിൽ വ്യക്തമല്ല. എന്നാൽ പിന്നീട് വന്ന നിർവചനത്തിൽ ഇതൊരു റിലീജിയസ് ഡ്യൂട്ടി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സപ്ലിമെൻ്ററി ആയിട്ട് ഇവരോട് കൂടെ ചേർന്ന് ഇങ്ങനെ ദൈവത്തിൻ്റെ വചനമൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു ജോലി മർക്കോസിനുണ്ടായിരുന്നു എന്നാണ് ചിലർ പറയുന്നത്. എന്നായിരുന്നാലും അതിൽ നിന്ന് മറ്റൊരു ചിന്ത, ഈ മർക്കോസ് ഇവിടെ അവരോട് കൂടെ ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് അതിൻ്റെ 13-ാം അധ്യായം കുറച്ചങ്ങോട്ട് വായിച്ചു വരുമ്പോൾ, കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം മടങ്ങിപ്പോയെന്ന് വായിക്കുന്നുണ്ട് അല്ലേ? അതിൻ്റെ 13-ാമത്തെ വാക്യത്തിലേക്ക് വന്നട്ടെ. യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. അപ്പോൾ യെരുശലേമിലാണ് തൻ്റെ വീട്. യെരുശലേമിലേക്ക് യോഹന്നാൻ ഇങ്ങനെ, അല്ലെങ്കിൽ മർക്കോസ് എന്ന് മറുപേരുള്ള യോഹന്നാൻ എന്ത് ചെയ്തു? ഇങ്ങനെ മടങ്ങിപ്പോന്നു. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പല സന്ദേശങ്ങൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ മടങ്ങിപ്പോയ ആളെ പിന്നീട് അടുത്ത യാത്രയിൽ പൗലോസ് കൊണ്ടുപോകുന്നില്ല. വഴിയിൽ വെച്ച് നമ്മളെ വിട്ടുപോയ ആളെ ഇനിയും ഈ യാത്രയിൽ കൊണ്ടുപോകരുതെന്ന് പറഞ്ഞ് പൗലോസ് പിന്നീട് അങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ ഈ മർക്കോസിൻ്റെ ജീവിത അവസാനത്തിൽ പൗലോസിന് അദ്ദേഹം വളരെ സഹായകരമായ ഒരു റോള് ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഒന്ന് വാക്യങ്ങൾ അത് പറഞ്ഞുകൊണ്ട് ആ ഭാഗം ഒന്ന് വായിച്ചിട്ട് ഈ ഒന്ന് നോക്കി എന്തുകൊണ്ടാണ് അദ്ദേഹം, കൊലോസ്യ ലേഖനം 4-ാം അധ്യായം 10-ാം വാക്യം ഒന്ന് വായിച്ചട്ടെ. ആദ്യം അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിൽ അതിൻ്റെ 38-ാം വാക്യത്തിലാണ് ഇവർ തമ്മിലുള്ള മർക്കോസിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ 15-ന്റെ 37 മുതലൊന്ന് വായിച്ചാൽ, അപ്പൊ നമ്മളിപ്പോൾ വായിച്ച സ്ഥലമാണ് പംഫില്യ. പംഫില്യ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ മർക്കോസ് ആദ്യമായിട്ട് വിട്ടുപോയത്, തിരിച്ചുപോയത്. അതെന്താ റീസൺ എന്നവിടെ പറഞ്ഞിട്ടില്ല. അവിടെ ചെന്നപ്പോൾ ഈ മർക്കോസ് എന്ത് ചെയ്തു? അങ്ങ് തിരിച്ചുപോയി, യെരുശലേമിലേക്ക് അങ്ങ് തിരിച്ചുപോയി. ആ തിരിച്ചുപോയ ആളെ അടുത്ത മിഷണറി യാത്രയിൽ പോകാൻ നേരമാണ് പൗലോസ് പറയുന്നുണ്ട്, ഈ 37 തൊട്ട്, പൗലോസോ പംഫില്യയിൽ നിന്ന് തങ്ങളെ വിട്ട് പ്രവർത്തിക്ക് വരാതെ പോയവനെ യോഗ്യമല്ലെന്ന് പൗലോസ് നിരൂപിച്ചു. ഉടനെ ആര് തമ്മില്? അല്ലല്ല, അതിനകത്ത് മർക്കോസ് ഇല്ല. പൗലോസും ബർന്നബാസും തമ്മിൽ ഈ വിഷയത്തിൽ ഉഗ്രവാദം ഉണ്ടായതാണ് അവിടെ ഇരിക്കുന്നത്. അവർ തമ്മിൽ ഉഗ്രവാദം ഉണ്ടായിട്ട് 38 വായിച്ച വലിയമ്മേ. ഉഗ്രവാദം ഉണ്ടായിട്ട് എന്ത് ചെയ്തെന്നാ? ഒരുമിച്ചില്ല. പിന്നെന്ത് ചെയ്തു? അവരവർ പറഞ്ഞ കാര്യത്തിൽ അവർ, അതുകൊണ്ടല്ലേ പിരിയുന്നല്ലേ? എന്തെങ്കിലും ഒരു ഐക്യത ഉണ്ടെങ്കിൽ അവർ ഒരുമിച്ചേനെ. പക്ഷെ രണ്ടുപേരും ആ കാര്യത്തിൽ ആരെ ചൊല്ലിയാ തർക്കിച്ചേ? മർക്കോസിനെ ചൊല്ലിയാണ്. പൗലോസ് പറഞ്ഞു മർക്കോസിനെ ഒരു കാരണവശാലും കൊണ്ടുപോകരുത്. അതിന്റെ കാരണം എന്താണ് പറഞ്ഞ? ആ വാക്യത്തിൽ പറയുന്നത് എങ്ങനെയാണ്? തങ്ങളെ വിട്ട് പ്രവർത്തിക്ക് വരാതെ പോയവനെ. അപ്പൊ അത് പൗലോസിന് വളരെ വിഷമം. കാരണം എന്താ? നമ്മൾ ഒരുമിച്ചൊരു കാര്യത്തിന് വേണ്ടി പോകും, പ്രത്യേകിച്ച് സുവിശേഷ വേലയ്ക്ക് പോകുന്നതല്ലേ. ഒരുമിച്ച് പോകുമ്പം വഴി വെച്ചൊരു ഒരാളങ്ങ് തിരിച്ചു പോകുമ്പോൾ നമ്മുടെ ആ ഒരു ഒരു ഫീലിംഗ് വരും ഇല്ലേ? ശരിയല്ലേ? ഒരുമിച്ച് പോവാണ്, പ്രത്യേകിച്ച് വളരെ പ്രയാസവും ബുദ്ധിമുട്ടുമുള്ളൊരു ഒരു യാത്രയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ 3 പേർ ഒരുമിച്ച് പോകുമ്പോൾ ഒരാൾ ഇനി ഞാൻ വരുന്നില്ല,
അപ്പം നമ്മൾ 4 പേര് പ്രാർത്ഥനയ്ക്ക് പോകുന്നേരം ഒരാൾ പറയണം, ഓ ഇന്ന് കാറ്റും മഴയൊക്കെ, ഞാൻ ഇന്ന് വരുന്നില്ലെന്ന് പറയുമ്പോൾ നമുക്കും ഒരു സ്വാഭാവികമായിട്ട് പിന്തിരിയാനുള്ളൊരു ചിന്ത വരും. അത് സ്വാഭാവികമാണ്. അതാണ് ഇവിടെ പൗലോസ് പറയുന്നത്. ഇനി ഇങ്ങനെ നമ്മൾ അതിനേക്കാളും കഠിനമുള്ള സ്ഥലത്തോട്ടായി പോകാൻ പോകുന്നത്. ഈ പോകുന്ന വഴിക്ക് ഇടയ്ക്ക് വെച്ച് മർക്കോസ് പറയാണ്, ഇനി ഞാൻ എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ലെന്ന് പറഞ്ഞാൽ, അങ്ങനെ ബർന്നബാസുമായിട്ട് എന്ത് ചെയ്തു, ഉഗ്രവാദം ഉണ്ടായിട്ട് അവർ തമ്മിൽ വേർപിരിഞ്ഞു. ഒരു തരത്തിലും അവർ തമ്മിൽ സമ്മതിക്കുന്നില്ല. അവസാനം ബർന്നബാസ് പറഞ്ഞൊരു കാര്യം ചെയ്യും, ഞാൻ എന്നാ മർക്കോസിനെ കൂട്ടി എന്ത് ചെയ്യാം, 38 വായിച്ചേ. ആണോ, അവരവിടെ വെച്ച് വേറെ തിരിഞ്ഞ് ബർന്നബാസ് മർക്കോസിനെ കൊണ്ടുപോകണമെന്നുള്ള ഒരേ കാര്യം. ബർന്നബാസ് അങ്ങനെ കൊണ്ടുപോകാൻ കാരണം എന്താ? നമ്മളെ ബർന്നബാസിനെ കുറിച്ച് പഠിച്ചു പറഞ്ഞു, ബർന്നബാസിന്റെ അത്രയും ഹൃദയവിശാലതയുള്ള ആൾ സഭയിലില്ലായിരുന്നു. അതുകൊണ്ടാണ്. അപ്പോൾ ഭയങ്കര ഹൃദയവിശാലതയായിരുന്നു ബർന്നബാസിന്. അതുകൊണ്ട് ബർന്നബാസ് എന്ത് വന്നാലും, കാരണം അങ്ങനെ ഒരു സമയത്ത് അന്വേഷിച്ചു പോയാണ് ഈ ശൗലിനെ ആര് കൊണ്ടുവന്നത്, ബർന്നബാസ് കൊണ്ടുവന്നത്. അതൊക്കെ നമ്മൾ ചിന്തിച്ച വിഷയമാണ്. അപ്പം മർക്കോസിനെ എന്തായാലും കൊണ്ടുപോകണമെന്ന് വിചാരിച്ച് ബർന്നബാസ്. അപ്പം ഇവിടെയാണ് മർക്കോസ് എന്തുകൊണ്ടാണ് പോയതെന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് നമുക്ക് ഈ 13-ാം അധ്യായത്തിന് അതിന് ആൻസർ ഇല്ല. പക്ഷെ വേദപണ്ഡിതന്മാർ പല കാരണങ്ങൾ അതിന് പറയുന്നുണ്ട്. ഒന്ന്, ഈ യാത്ര, ഈ പൗലോസിന്റെ ഈ യാത്രയിൽ പൗലോസ് രോഗിയാകുന്നതിൻ്റെ ഒരു സൂചനയുണ്ട്. അപ്പോൾ ഈ പോയ വഴിയിൽ ഒരുപക്ഷെ അങ്ങനെയുള്ള ബുദ്ധിമുട്ട് ഈ മർക്കോസിനെയും ബാധിച്ചിരിക്കാം. അപ്പോൾ ഹോംസിക്കായിരിക്കാം. അവനെങ്കിൽ വീട്ടിൽ യെരുശലേമിൽ നീ പോകണമെന്നൊരു ചിന്ത വന്നു കാണും. ഇനി ഇങ്ങനെ പോയാൽ ചിലപ്പം ബുദ്ധിമുട്ടായിരിക്കും എന്ന് വെച്ചാൽ അതുകൊണ്ട് മടങ്ങി വന്നെന്ന് പറയുന്നുണ്ട്. വേറൊരു കൂട്ടർ പറയുന്നത് മർക്കോസിന്റെ അമ്മ യെരുശലേമിലുണ്ടായിരുന്നു, അമ്മ മരിച്ചതുകൊണ്ട് പോയതാണെന്ന് പറയുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ചില റീസൺസ് പറയുന്നുണ്ട്. മറ്റൊന്ന്, ഈ യെരുശലേമിൽ അദ്ദേഹത്തിന് നല്ലൊരു വീടും സൗകര്യമൊക്കെ ഉള്ള ആളാണ് ആര്, ഈ മർക്കോസ്. അപ്പോൾ ഈ ബുദ്ധിമുട്ട് കാരണം ഇനി ഇങ്ങനെ അങ്ങോട്ട് പോകും തോറും ബുദ്ധിമുട്ടായിരിക്കും യാത്ര. അതുകൊണ്ട് ആ സ്ഥലത്തിൻ്റെ ഒരു ഭൂമിശാസ്ത്രം ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് മല കയറി പോകണമായിരുന്നാണ് പറഞ്ഞു. വലിയ മലയും ഒക്കെ കയറി താണ്ടി നടന്ന് 12 മൈൽ നടന്നതായിട്ടൊക്കെ വായിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ബുദ്ധിമുട്ട് വന്നപ്പം സ്വാഭാവികമായിട്ടും അദ്ദേഹം വിചാരിച്ച് ഇനി എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞ് മടങ്ങി വന്നതായിരിക്കാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പല റീസൺസാണ്. പിന്നെ മറ്റൊരു ദൈവജനം നമ്മൾ ഈ വന്ന സാഹചര്യത്തോട് ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ, ഇദ്ദേഹം യെരുശലേമിലെ സഭയിലെ അംഗമാണ്. ആര്? മർക്കോസ്. യെരുശലേമിലെ സഭയിലുള്ള ഏറി പങ്കു ആളുകൾ യഹൂദ പക്ഷപാതികളാണ്. പൗലോസ് എങ്ങോട്ടാണ് പോകുന്നത്? വിജാതിയരുടെ അടുക്ക സുവിശേഷം അറിയിക്കാനാണ് പോകുന്നത്. കാര്യം ദൈവത്തിന്റെ വലിയ പ്രവൃത്തിയാണെന്നൊക്കെ അവർക്ക് വിശ്വാസം ഉണ്ടെങ്കിലും യെരുശലേം സഭ അതിനെന്തല്ല, പൂർണ്ണമായിട്ടും സപ്പോർട്ടല്ല. ജാതികളിലേക്ക് സുവിശേഷം ചെല്ലുന്നതിൽ അവർക്ക് ഇപ്പോഴും എന്താണ്, നമ്മൾ 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പിന്നെയും നോക്കിയ 15-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിച്ചേ. 15-ന്റെ 1. യഹൂദിയിൽ നിന്നും ചിലർ വന്ന് ഇവര് പൗലോസ് എവിടെല്ലാം പോയി സുവിശേഷം അറിയിച്ച് അവര് പരമാർത്ഥതയോടെ കർത്താവിനെ സ്വീകരിക്കുന്നിടത്തെല്ലാം ഇവർ വരികയാണ്. ഇവര് വന്ന് പറയുന്നത് എന്തുവാ? യഹൂദ പക്ഷപാതികൾ പറയുന്നത് എന്തുവാ? നിങ്ങളുടെ രക്ഷ എന്തായിട്ടില്ല, കംപ്ലീറ്റ് അല്ല. നിങ്ങൾ എന്തോ ചെയ്യണം? നിങ്ങൾ പരിച്ഛേദന, മോശ പറഞ്ഞ പരിച്ഛേദനയും കൂടെ ഏറ്റെങ്കിലേ രക്ഷ പൂർണ്ണമാകത്തുള്ളൂ. നോക്കണേ. അപ്പോൾ ഈ കൂട്ടരാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഒരു കൂട്ടർ പറയുന്നത് ഈ മർക്കോസിന് കുറച്ച് കഴിഞ്ഞപ്പോൾ പേടി വന്നു, തിരിച്ചു വന്നാൽ ഇനി യെരുശലേം സഭയെ തന്നെ കയറ്റിയില്ലെങ്കിലും അതുകൊണ്ട് ഈ വിജാതിയരോടുകൂടെയുള്ള സുവിശേഷത്തിൽ ഇനിയും മുന്നോട്ട് പോയാൽ ചിലപ്പോൾ എനിക്കും അത് പ്രയാസമായിട്ട് വരും. അതുകൊണ്ട് കുറച്ചൊക്കെ ഇതിൽ പങ്കാളികളായി, അതുകൊണ്ടുകൂടെ ആയിരിക്കാം തിരിച്ചു വന്നത്. അങ്ങനെ ഒത്തിരി റീസൺ ഉണ്ട്. എനിവേ, അപ്പം അതുകൊണ്ടാണ് നമ്മളവിടെ വായി. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ മർക്കോസിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അങ്ങനെ ആ പ്രവൃത്തിയിൽ തങ്ങളോടൊപ്പം മുന്നോട്ട് വരാതെ പോയ ഈ മർക്കോസിനെ കുറിച്ച് ഇനി നമ്മൾ കൊലോസ്യലേഖനം 4:10 വായിച്ചാട്ടെ. പിന്നീട് ഈ മർക്കോസിനെ കുറിച്ച് പറയുന്ന ചില നല്ല കമൻസ് ഉണ്ട്. അത് നമ്മളെല്ലാം ഓർത്തിരിക്കാൻ നല്ലതാണ്. 4:10. മർക്കോസും ഇതിനിടയ്ക്ക് ഞാൻ പറയാൻ വിട്ടുപോയി, ഈ ബർന്നബാസിന്റെ ഒരു മച്ചുനൻ കസിനാണ് ആരെ, മർക്കോസ്. അപ്പോൾ മറ്റൊരു റീസണോട് അതിന് പറയുന്നുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞു വന്ന റീസൺ കൂടാതെ മറ്റൊരു റീസൺ, ഈ മർക്കോസ് നിങ്ങൾ ഈ ഭാഗം പഠിക്കുമ്പോൾ, ഈ 13-ാം അധ്യായം നമ്മൾ പഠിച്ചു വരുമ്പോൾ 13-ന്റെ 2 നമ്മൾ കണ്ടത്, കർത്താവിനെ ആരാധിച്ച് ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും, അവിടെ ആരാ ഫസ്റ്റ്? ബർന്നബാസാണ് ലീഡർ. ബർന്നബാസിനെ കുറിച്ച് അവിടെ പറയുന്നത്, പരിശുദ്ധാത്മാവ് പറയുന്നത് ബർന്നബാസിനെ ശൗലിനെ. പക്ഷേ ഇത് കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ
നിങ്ങൾ നോക്കിക്കേ. അടുത്തൊരു വായിച്ചു, അതിന്റെ 13-ാം വാക്യം വായിച്ചേ. പൗലോസും കൂടെയുള്ളവരും പിന്നീട് നമ്മൾ വായിക്കുമ്പോഴെല്ലാം പൗലോസിന്റെ പേരാണ് മുമ്പിൽ. അപ്പം ഈ ബർണബാസും നമ്മുടെ മർക്കോസും ആരാണ്? അവര് ബന്ധുക്കളാണ്. അപ്പം ഇതും ഒരു കാരണമാണ് ചിലർ പറയുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ലീഡർഷിപ്പ് ആര് പൊതുവെ അങ്ങ് ഏറ്റെടുത്തു? പൗലോസ് അങ്ങ് ഏറ്റെടുത്തു. ആദ്യം അന്ത്യോക്യയിലെ സഭയിൽ വെച്ച് പറഞ്ഞത് ആരെയാ? ബർണബാസിനെ, ശൗലിനെ എനിക്ക് വേണ്ടി. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ നോക്കി അദ്ദേഹത്തെ നമ്മൾ വരുന്നുണ്ട്, പറയുന്നിടത്തെല്ലാം ആദ്യത്തെ പേരാരാണ്? പൗലോസും ബർണബാസും, പൗലോസും ബർണബാസും. അപ്പൊ ഇത് സ്വാഭാവികമായിട്ടുണ്ടായ ഒരു ഇതല്ല. മർക്കോസിന് ഇത് ഇഷ്ടപ്പെട്ടില്ലെന്നാ പറഞ്ഞു. ഈ നേതൃത്വം ബർണബാസിൽ നിന്ന് പെയ്യെ, ചിലരങ്ങനെ ഉണ്ടല്ലോ ഇല്ലേ, ഈ ചിലർക്ക് സ്ഥാനം വേണമെങ്കിൽ അവർ കയറി മുമ്പിൽ വരും. അപ്പം അത് മർക്കോസിന് ഇഷ്ടപ്പെട്ടില്ലാത്തതുകൊണ്ടാണെന്ന് പറയുന്നവരുമുണ്ട്. സംഗതി അത് സത്യമാണ്. ഇതിനകത്ത് ഇനി നിങ്ങളങ്ങോട്ട് വായിക്കുന്നിടത്തെല്ലാം പിന്നെ ആരാ പേരാതെയാ? പൗലോസിൻ്റെയാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അതിനകത്തൊന്ന് ഊഹിച്ചെടുക്കാവുന്ന കാര്യങ്ങൾ. ഇതൊന്നും കൺക്ലൂസീവ് അല്ല, ഇതൊന്നും ഇങ്ങനെയാണെന്നൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. സം റീസൺ മർക്കോസ് തിരിച്ചുപോയി. പൗലോസിന് അദ്ദേഹത്തോട് വിരോധം തോന്നി. പ്രവൃത്തിയിൽ വരാത്തവനെ കൊണ്ടുപോകത്തില്ലെന്ന് പൗലോസ് പറഞ്ഞെന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇത് പിന്നീട് എങ്ങനെ അത് പര്യവസാനിച്ചു എന്നൊന്ന് വായിക്കാനാണ് നമ്മളിപ്പം കൊലോസ്യ ലേഖനം 4:10 വായിച്ചു. തീമോഥെയോസിന്റെ 2-ാം ലേഖനം 4-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഈ മർക്കോസിനെ കുറിച്ച് പറയുന്ന നല്ലൊരു സാക്ഷ്യമുണ്ട്. 2 തീമോഥെയോസ് 4:11 പൗലോസിന്റെ ഏകദേശം ജീവിത അവസാനം വരുമ്പോൾ ഈ മർക്കോസിനെ കുറിച്ച് പറഞ്ഞൊരു സാക്ഷ്യം. ആ വാക്യം ഒന്ന് വായിക്കാം. ഈ പ്രസംഗങ്ങൾ നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഇത് ഈ സാഹചര്യത്തിലാണ് മർക്കോസ് എനിക്ക് ശുശ്രൂഷയ്ക്ക് ഉപയോഗമുള്ളവനാകയാൽ അവനെ കൂട്ടിക്കൊണ്ടുവരണമെന്ന് തന്റെ ജീവിതാവസാനത്തോട് ബന്ധപ്പെട്ട് ചില കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ പൗലോസിന്റെ മനസ്സ് മാറി. മർക്കോസിനെ കുറിച്ച് പറയണം, അവൻ എനിക്ക് എൻ്റെ ശുശ്രൂഷയ്ക്ക് എനിക്ക് പ്രയോജനമുള്ളവനായി അവൻ മാറി. മനസ്സിലാവുന്നുണ്ടോ? തൻ്റെ ശുശ്രൂഷയ്ക്ക് പ്രയോജനമുള്ളവനായി അവൻ മാറി, അവനെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് പറയുന്നു. അപ്പോൾ ഇവിടെ പ്രവൃത്തിക്ക് വരാതെ ഞങ്ങളെ വിട്ടുപോയവനെ കൂട്ടിക്കൊണ്ടുപോകുന്നത് യോഗ്യമല്ലെന്ന് പറഞ്ഞ ഈ പൗലോസ് കുറേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ മർക്കോസ്, നമുക്കിങ്ങനെ ചിന്തിക്കാം, നിശ്ചയമായിട്ടും പൗലോസിന് പ്രയോജനമുള്ളവനാക്കി അവൻ മാറി, അല്ലെങ്കിൽ ദൈവം അവനെ മാറ്റിയെന്ന് പറയുന്നതല്ലേ സത്യം അല്ലേ? സ്തോത്രം. അങ്ങനെയല്ലേ ദൈവം നമ്മളെയും പലരെയും മാറ്റിയതല്ലേ? സ്തോത്രം. കർത്താവിന് പ്രയോജനമുള്ളവരാക്കി ദൈവം പലരെയും മാറ്റും. അത് പറയാൻ വേണ്ടി ഞാനത്. അപ്പോൾ ഇവിടെ ഓരോ സ്ഥലങ്ങളിൽ നടന്ന ചില സംഭവങ്ങളാണ് നമ്മളിവിടെ വായിക്കുന്നത്. ഇവിടെ ഈ സ്ഥലത്ത് വെച്ച് ലൂക്കോസ് നമുക്ക് തരുന്ന ഒരു സംഭവം ഇതാണ്. ഭൃത്യനായിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അവർ ദ്വീപിൽ കൂടെ പാഫോസ് വരെ ചെന്നപ്പോൾ, ഒന്ന് വായിച്ചു 6-ാം വാക്യം മുതൽ. അവൻ ബുദ്ധിമാനായ സെർഗ്യോസ് പൗലോസ് എന്ന ദേശാധിപതിയോട് കൂടെയായിരുന്നു. അവൻ ബർന്നബാസിനെയും ശൗലിനെയും വരുത്തി ദൈവവചനം കേൾപ്പാൻ ആഗ്രഹിച്ചു. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യമായിട്ട് ഇവര് പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ച് സുവിശേഷം അറിയിക്കാനായിട്ട് പോവുകയാണ്. 1-ാം മിഷണറി യാത്രയുടെ ആരംഭത്തിൽ പാംഫോസ് എന്ന് പറയുന്ന സ്ഥലമാണ് അടുത്തത്. അവിടെ ചെന്ന് ദൈവത്തിന്റെ വചനം പ്രസംഗിക്കാനായിട്ട് തുടങ്ങിയാണ്. അവിടെ ചെല്ലുമ്പോൾ ബർയേശു എന്നുള്ള വാക്കിന്റെ അർത്ഥം സൺ ഓഫ് സാൽവേഷൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. രക്ഷയുടെ പുത്രൻ എന്നുള്ളൊരു പേരൊക്കെയാണ്. പക്ഷേ അദ്ദേഹം യഹൂദനാണ്. പക്ഷേ ആരായിരുന്നു? കള്ള പ്രവാചകനായ ഒരു വിദ്വാൻ, സോഴ്സർ എന്നാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്. ഒരു ശുദ്രക്കാരനെന്നോ അല്ലെങ്കിൽ അങ്ങനെ മന്ത്രവാദിയെന്നോ ഒക്കെ വേണേൽ പറയാം. അങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ട്. അവൻ ബുദ്ധിമാനായ സെർഗ്യോസ് പൗലോസ് എന്ന ദേശാധിപതി ഇല്ലേ, അവിടുത്തെ ദേശാധിപതി, റോമൻ ദേശാധിപതി ആയിരുന്ന ഒരാളുടെ പേര് അവിടെ പറയും, സെർഗ്യോസ് പൗലോസ് എന്ന ദേശാധിപതിയോട് കൂടെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു അറ്റൻഡന്റായിട്ട് ജോലിക്കാരനാണ്. ആ ദേശാധിപതിയുടെ ഒരു നല്ല ജോലിക്കാരനായിട്ടായിരുന്ന ഈ പറയുന്ന എലിമാസ് എന്ന് പറയുന്ന ആൾ ഉണ്ടായിരുന്നു. അവർ ബർന്നബാസിനെയും ശൗലിനെയും വരുത്തി ദൈവവചനം കേൾപ്പാൻ ആരാഗ്രഹിച്ചു? ഈ ദേശാധിപതി ആഗ്രഹിച്ചു. ബുദ്ധിമാനായിരുന്നു അവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പറയുന്നു അദ്ദേഹം ജ്ഞാനം പ്രാപിപ്പാനും ഒരു
സത്യാന്വേഷണകനായിരുന്നുകൊണ്ടായിരിക്കാം ഇവരെക്കുറിച്ച് കേട്ട ഉടനെ ഈ പ്രസംഗം എനിക്ക് കേൾക്കണം എന്ന് പറഞ്ഞ് എന്ത് ചെയ്യാണ്, ഒരു ദേശാധിപതി എന്ത് ചെയ്യാണ്, വിളിക്കുകയാണ് പൗലോസിനെ. അപ്പോൾ നോക്കി, ആദ്യമായിട്ട് ദൈവത്തിൻ്റെ വചനം പറയുവാനായിട്ട്, സുവിശേഷം പറയാനായിട്ട് ചെല്ലുന്നപ്പോൾ ഒരു നല്ല സാഹചര്യം, അവിടുത്തെ ദേശാധിപതി തന്നെ അവരെ വിളിക്കുകയാണ്, വന്നാട്ടെ നിങ്ങളുടെ പ്രസംഗം കേൾക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. നല്ലൊരു അവസരമല്ലേ. അപ്പോൾ ആ അവസരത്തിനായിട്ട് അവർ അവിടെ ചെല്ലുമ്പോൾ എന്താ സംഭവിച്ചതായിട്ട് അവിടെ പറയുന്നേ? 8-ാം വാക്യം. എലീമാസ്. അപ്പോൾ 2 പേരാണ് ഇവിടെ. ലൂക്കോസ് നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്ന മറ്റൊരു പേരിലാണ്, സെയിം ആള് തന്നെയാണ്, എലീമാസ്. അവന്റെ പേരിന്റെ അർത്ഥം അത് മറ്റൊരു ഭാഷയിൽ നിന്ന് വന്നൊരു പേരാണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് എലീമാസ് എന്ന പേരവിടെ വന്നിരുന്നത്. ആ ആള് തന്നെയാണ്. അവരോട് എതിർത്ത് നിന്ന് ഇത് വളരെ ചിന്തനീയമായ ഒരു കാര്യമാണ്. അപ്പോൾ ലൂക്കോസ് നമുക്ക് പറഞ്ഞു തരികയാണ്, ഇവര് ദൈവാത്മാവിന്റെ നിയോഗപ്രകാരം സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കാനായിട്ട് പുതിയ സ്ഥലങ്ങളിലേക്ക് പോവുകയാണ്. പോകുമ്പോൾ ആദ്യം അവർ എതിരിടുന്ന ഒരു സംഭവമായിട്ടാണ് ഇതിനെ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. എന്തായിരിക്കും അതിൻ്റെ ഉദ്ദേശം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നോക്കുക, നമ്മൾ സാധാരണ ഒരു വ്യക്തിയോട് സുവിശേഷം പറയാൻ പോകുമ്പോൾ നമുക്കറിയാം, നമ്മൾ രക്ഷിക്കപ്പെട്ടു അല്ലെങ്കിൽ നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന കർത്താവിനെ കുറിച്ച് നമ്മൾ ഒരാളോട് പറയുകയാണ്. നമ്മുടെ ലക്ഷ്യം എന്താണ്? നമ്മൾ സ്വീകരിച്ച കർത്താവിനെ അവരും സ്വീകരിക്കണം, നിത്യജീവൻ അവർക്ക് അവകാശമായി ലഭിക്കണം, അവരും ദൈവരാജ്യത്തിൻ്റെ ഭാഗമായി മാറണം. ആ വലിയ സന്തോഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവരോട് പങ്കുവെക്കുന്നത്, ക്രിസ്തുവിനെക്കുറിച്ച് നമ്മൾ അവരോട്. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ എന്താ ലൂക്കോസ് ഇത് പറയാൻ, പിന്നീട് നമ്മളങ്ങോട്ട് വായിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്നാൽ ഇവിടെ ആദ്യമായി അവർ പോയി സുവിശേഷം പ്രസംഗിക്കാനായിട്ട് പോകുന്ന ഒരിടം, നല്ലൊരു സാഹചര്യം ഉണ്ടാകുന്നു. അവിടുത്തെ ദേശാധിപതി തന്നെ വിളിച്ച് പ്രസംഗം കേൾക്കുവാൻ താല്പര്യത്തോടെ വിളിക്കുന്നു. ആ ദേശാധിപതിയുടെ ഒരു അറ്റൻഡന്റ് അതിന് വിരോധമായി നിൽക്കുകയാണ്. അദ്ദേഹത്തെക്കുറിച്ച് ചില വിവരണങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ഒരു മന്ത്രവാദിയായിരുന്നെന്നും യഹൂദനായ ഒരു കള്ളപ്രവാചകനായ ഒരു മന്ത്രവാദിയായിരുന്നെന്നും അവിടെ പറയുന്നുണ്ട്. ഇത്രയും വിവരണങ്ങളൊക്കെ അവിടെ കൊടുത്തിരിക്കുകയാണ് അദ്ദേഹത്തെക്കുറിച്ച്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായ ചില ആത്മീയ സത്യങ്ങൾ അത് ലൂക്കോസ് നമ്മളോട് പറയുന്നുണ്ട്. എന്താണ്? ഒരു വ്യക്തിയുടെ വിടുതൽ അല്ലെങ്കിൽ അവൻ നിത്യജീവനിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല. അതിനാദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴും എന്തുണ്ട്, നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ ആ വ്യക്തിയെ പിശാച് എന്ത് ചെയ്യും, പുറകോട്ട് വലിക്കും. ഇതൊരു യുദ്ധത്തിൽ ഏർപ്പെടുന്നതിന് തുല്യമാണ്. നമ്മൾ സ്വാഭാവികമായിട്ട് സുവിശേഷം പറയുന്നു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴും വാസ്തവത്തിൽ എന്ത് ചെയ്യാണ്, പിശാച് ഒരു യുദ്ധത്തിൽ എൻഗേജ് ആകുകയാണ്. കാരണം എന്താ, നമ്മൾ പറയുന്ന സുവിശേഷം നമ്മുടേതല്ല, അത് ദൈവശക്തിയാണ്, ദൈവത്തിന്റെ വചനമാണ്. അതാ അവനെ എന്ത് ചെയ്യുന്നതാണ്, സ്വതന്ത്രമാക്കുന്നതാണ്. പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം നൽകി അവനെ പിശാചിന്റെ അടിമത്തത്തിൽ നിന്നും ദൈവരാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഒരു വലിയ പ്രവൃത്തിയുടെ ഭാഗമായിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അതിനൊരിക്കലും പിശാച് എന്തല്ല, അനുകൂലമല്ല. അങ്ങനൊരു യുദ്ധം ഇതിനകത്തുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഫസ്റ്റ് ആ ഈവന്റിൽ തന്നെ ഈ കാര്യം വെളിപ്പെടുത്തുകയാണ്. നിങ്ങളതിനെ ജയിക്കണം, നിങ്ങൾ ആ പോരാട്ടം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കണം. നമ്മളത് വായിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണമെന്ന് ചോദിച്ചാൽ, നമ്മൾ ദൈവത്തിൻ്റെ വചനം തന്നെ വായിക്കുന്നുണ്ട്. മനുഷ്യനെ വിശ്വാസത്തിലേക്ക് വരുന്നതിനെ സംബന്ധിച്ച് നമുക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? കാരണം മനുഷ്യൻ എന്ത് ചെയ്യുന്നു, സ്വാഭാവികമായിട്ടും അവനൊരിക്കലും എന്ത് ചെയ്യുന്നില്ല, ദൈവത്തിൻ്റെ ആലോചനയെ അവൻ കേൾക്കുമോ? ഇല്ല. 1-2 വാക്യം വായിച്ചേ. റോമാലേഖനം 3-ാം അധ്യായം 11-ാം വാക്യം. നമ്മളൊരാളോട് സുവിശേഷം പറയുമ്പോൾ സ്വാഭാവിക മനുഷ്യന്റെ ഉള്ളിലുള്ള പ്രതികരണം എന്താണ്, അല്ലെങ്കിൽ അവന്റെ അന്നേരത്തെ നില എന്താണെന്നൊന്ന് മനസ്സിലാക്കാം. 3-11 ഒരാൾ വായിച്ചേ. അപ്പൊ സ്വാഭാവികമായിട്ട് ഇത് ഗ്രഹിക്കാൻ മനുഷ്യന് കഴിയത്തില്ല. അങ്ങനെയായിരുന്നെങ്കിൽ എത്രയോ പേര് കർത്താവിനെ അറിഞ്ഞാനല്ലേ. നമ്മളെ ദൈവം ഒരു ഉപകരണമായി മറ്റൊരാളുടെ അടുക്കൽ അയക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ മനുഷ്യനെ എന്ത് ചെയ്തിരിക്കുകയാണ്, ആ സത്യം കാണാതെ വണ്ണം അവന്റെ കണ്ണിനെ. കൊരിന്ത്യലേഖനം വായിച്ചേ, 2 കൊരിന്ത്യർ 4:4 വേറൊരാൾ വായിച്ചേ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 44 ഒരാളൊന്ന് വായിച്ചേ. 2 കൊരിന്ത്യർ 4-ാം അധ്യായം 4-ാം വാക്യം. മതി. എൻ്റെ 4-ാം വാക്യം ഒന്ന് വായിച്ചിട്ട്. 4-ാം വാക്യം, ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരുവാൻ ഈ ലോകത്തിന്റെ ദൈവം, കണ്ടോ,
അപ്പൊ ഇങ്ങനൊരു പ്രവൃത്തി ഓൾറെഡി ഉണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ലോകത്തിന്റെ ദൈവം എന്ത് ചെയ്തിരിക്കുക? അവരെ കുരുടാക്കി വെച്ചിരിക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മളെ ബോധ്യപ്പെടുത്താനാണ് ലൂക്കോസ് ഈ സംഭവം എഴുതിയത്. ഒരു ദേശാധിപതി ആഗ്രഹിക്കുകയാണ് സുവിശേഷം കേൾക്കാൻ, പക്ഷെ അവന്റെ കൂടെയുള്ള അറ്റൻഡർ എന്ത് ചെയ്തിരിക്കുകയാണ്? ആ വിശ്വാസത്തെ തടുക്കുവാനായിട്ട് നിൽക്കുന്നു. ഈ ഒരു ചിത്രം പൗലോസ് ആദ്യം തന്നെ കൊണ്ടുവരികയാണ്. ഫസ്റ്റ് അവരുടെ അറ്റംപ്റ്റിൽ തന്നെ ഇത് കൊണ്ടുവരുന്നു. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? നമ്മൾ സുവിശേഷ വേലയിൽ ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ സുവിശേഷം അറിയിക്കാൻ പോകുമ്പോൾ നമ്മൾ ഓർക്കണം, ഈ ഒരു എൻഗേജ്മെന്റ് അതിനകത്തുണ്ട്. ഒരു ചെറിയ കാര്യമല്ല. നമ്മൾ പറയുന്നത് ഒന്ന് രണ്ട് വാക്കുകൾ അതിനോട് വായിച്ചോ. യോഹന്നാൻ 6:44 ആരെങ്കിലും എടുത്ത് വായിച്ചു. യോഹന്നാൻ 6:44. പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ മതി. അപ്പം പിതാവിന്റെ ആകർഷണം ഉണ്ടാകണമെന്ന് പറയുന്നു. തീമോഥെയോസ് 2 തീമോഥെയോസ് 2:26 വായിച്ചാട്ടെ. വേറൊരാൾ എഫേസ്യർ 2:1 കൂടെ വായിച്ചു. ഒത്തിരി വാക്യങ്ങളുണ്ട്. 2 തീമോഥെയോസ് 2:26. ആ ആ ആ അതൊക്കെ ഒരു മനുഷ്യനെ പിശാച് എങ്ങനെയെല്ലാം കീഴ്പ്പെടുത്താൻ സാധിക്കുമെന്ന് വളരെ ലളിതമായ ഭാഷയിൽ അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. എഫേസ്യർ 2:1. മരിച്ചവരായിരുന്നു നിങ്ങൾ. അപ്പം മനുഷ്യൻ നമ്മുടെ അടുക്കൽ വരുന്ന സുവിശേഷം ഗ്രഹിക്കാത്ത, കർത്താവിനെ അംഗീകരിക്കാത്ത ഒരു വ്യക്തിയെക്കുറിച്ച് ബൈബിൾ പറഞ്ഞിരിക്കുന്ന, അവൻ അങ്ങനെ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചൊരു മനുഷ്യൻ. ആ മരിച്ച ആളെ എങ്ങനെ നമുക്ക് ബോധം കൊടുക്കാൻ കഴിയും? ആത്മീയമായിട്ട് അതിനെ ഒന്ന് മനസ്സിലാക്കി നോക്കി. അപ്പോൾ അവിടെയാണ് ഇതൊരു പോരാട്ടമാണ്. സുവിശേഷം കൊണ്ട് മാത്രമേ അവൻ ജീവൻ പ്രാപിക്കുകയുള്ളൂ. അവിടെ ഒരു വലിയ പോരാട്ടം നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കാനാണ് പൗലോസ് ഈ സംഭവം ആദ്യം തന്നെ കൊണ്ടുവന്നു. ഈ ദേശാധിപതി അവനോട് എതിർത്ത് നിൽക്കുകയാണ്. ബർണ്ണബാസിനെയും ശൗലിനെയും വരുത്തി ദൈവവചനം കേൾപ്പാൻ ആഗ്രഹിച്ച ഈ സെർഗ്യോസ് പൗലോസ് എന്ന് പറയുന്ന ദേശാധിപതിയുടെ വിശ്വാസം തടുത്തു കളയുവാനായിട്ട് ശ്രമിച്ചു. ഇത് എല്ലാ കാലത്തും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. തുടർന്നുള്ള വചനങ്ങളും ലേഖനങ്ങളും ഒക്കെ പഠിച്ചാൽ മനുഷ്യനെ ദൈവത്തിൻ്റെ വഴിയിലേക്ക് വിടാതെ തടയുന്ന പിശാചുണ്ട്. അല്ലെങ്കിൽ പിശാചിൻ്റെ ഒരു വലിയ തന്ത്രമാണ് എന്ത്? സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ. അതുകൊണ്ടാണ് നമ്മൾ ദൈവവചനം മറ്റൊരാളോട് പറയുമ്പോൾ, യേശുവിനെ മറ്റൊരാളോട് പറയുമ്പോൾ പ്രാർത്ഥനയോടുകൂടെയും ഒരുക്കത്തോടെ. എങ്ങനെയാണ് അവരതിനെ ജയിച്ചതെന്ന് അവിടെ പറയുന്നത്? വിശ്വാസത്തെ അടുത്ത് കളയാൻ ശ്രമിച്ചു. അപ്പോൾ വളരെ ശ്രദ്ധിക്കുക. സുവിശേഷം അറിയിക്കാൻ നമ്മുടെ ബുദ്ധിയോ കഴിവോ ഒന്നുമല്ല അതിന് ആധാരം. കർത്താവ് പറഞ്ഞു, 1:8 നമ്മൾ കുറിവാക്യമായിട്ട് പഠിച്ചൊരു വാക്യമാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് നിങ്ങളെൻ്റെ സാക്ഷികളാകും. അപ്പം ദൈവാത്മാവിൻ്റെ ശക്തി നമുക്ക് തന്നത് എന്തിനാ? കർത്താവിൻ്റെ സാക്ഷികളാകാനാണ്. അപ്പോൾ നോക്കി, എന്തിനാണ് ദൈവം ആദ്യം തന്നെ 1:8 എന്തുകൊണ്ടാണ് കർത്താവ് പറഞ്ഞേ? നിങ്ങളിത് യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എൻ്റെ പിതാവിനോട് കേട്ട വാഗ്ദത്തത്തിനായി നിങ്ങൾ കാത്തിരിക്കണമെന്ന് പറഞ്ഞ എന്തിനാ? കർത്താവിനറിയാം ഈ പോരാട്ടം വരും. ലൂക്കോസ് കണ്ടില്ലേ, ഈ പരിശുദ്ധാത്മാവരെ പറഞ്ഞയച്ച ആദ്യ ദൗത്യത്തിൽ തന്നെ അവർ ആ എൻകൗണ്ടറിൽ ഏർപ്പെടുകയാണ്. പിശാചുമായിട്ടൊരു വലിയ എൻകൗണ്ടർ. നോക്കിയേ, അവിടെ പൗലോസ് തൻ്റെ ജ്ഞാനം കൊണ്ടോ ബുദ്ധി കൊണ്ടോ ഒന്നുമല്ല, അവിടെ വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന, അപ്പോൾ പൗലോസ് എന്ന് പേരുള്ള ശൗൽ പരിശുദ്ധാത്മപൂർണനായി. ദൈവമക്കളെ, നാം മനസ്സിലാക്കേണ്ടത് ഇതിനകത്ത് ഒരാത്മീയ പോരാട്ടം നടക്കുന്നു. ഒരു മനുഷ്യനെ പിശാചിൻ്റെ പൂണിയിൽ നിന്ന് നമ്മൾ വിടുവിച്ചെടുക്കുകയാണ്. സുവിശേഷം നിമിത്തം ഒരാളെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? അവിടെയാണ് പ്രാർത്ഥനയോടെയും പരിശുദ്ധാത്മശക്തിയാലും നമ്മൾ അതിനെ ജയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. പരിശുദ്ധാത്മപൂർണനായിട്ട് അവനെ ഉറ്റുനോക്കിക്കൊണ്ട് പറയുകയാണ്. എന്തുവാണ് വായിച്ചേ? നോക്കിയേ. ആ ആ പിശാചിന്റെ മകനെ അവനെ വിളിക്കുകയാണ്. ആ സർവനീതിയുടെയും ശത്രുവേ, നീ മതിയാക്കിയില്ലയോ? ആ ഇപ്പോൾ കർത്താവിന്റെ കൈ നിന്റെ മേൽ വീഴും. നീ ഒരു സമയത്തേക്ക് സൂര്യനെ കാണാതെ കുരുടനായിരിക്കും. ആ ആ ആ അവൻ തപ്പി. ഇത് നമുക്കറിയാം. ഇതിന് സമാനമായ ഒരു സംഭവമാണ് ശൗലിനും സംഭവിച്ചതില്ലേ? ശൗലിനും ഇങ്ങനെ സംഭവിച്ചില്ലേ? സൂര്യനെ കവിയുന്നൊരു പ്രകാശം കണ്ടപ്പോൾ ശൗലിനും എന്താ സംഭവിച്ചത്? ഇതുപോലെ തന്നെയാണ് സംഭവിച്ചത് ഇല്ലേ? കണ്ണ് കാണാതെ തപ്പി നടന്നായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്.
അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ രേഖപ്പെടുത്താൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് ഈ മനുഷ്യനും രക്ഷിക്കപ്പെട്ട് കാണുമെന്നാണ് ചിലർ പറയുന്നത്, ഈ ഒരു അനുഭവം കൊണ്ട്. പിന്നെ നമ്മളത് അതിനെക്കുറിച്ച് വിശദമായിട്ട് അവിടെ പറയുന്നില്ലെങ്കിലും ഈ എലിമാസ് എന്ന വിദ്വാനും രക്ഷിക്കപ്പെട്ട് കാണും. ഈ ഒരു ദൈവീയ സന്ദർശനം ഉണ്ടായപ്പോൾ പൗലോസിനെ പോലെ തന്നെ ഇദ്ദേഹവും രക്ഷിക്കപ്പെട്ട് കാണുമെന്നാണ് ചില വേദന. അതുകൊണ്ടാണ് ഈ സംഭവം തന്നെ അവിടെ എഴുതിയേക്കുന്നതെന്നാണ് പറയുന്നത്. എന്തായാലും കൊള്ളാം, അവിടെ ഒരു ദൈവീയ ഇടപെടൽ ഉണ്ടാകുകയാണ്. നമ്മളത് മനസ്സിലാക്കേണ്ട ഒരു ആത്മീയ സത്യം, അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് നല്ല ഒരു ആത്മീയ സത്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ പോരാട്ടത്തെ അതിജീവിക്കണം. ഈ മനുഷ്യനിൽ കൊണ്ട ഒരു പൈശാചിക ശക്തി, അതെന്തിനാണ്? വിശ്വാസത്തെ തടുക്കുവാനായി നിന്ന, സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതെ ഒരു വ്യക്തിയിലേക്ക് സുവിശേഷം കടന്നിയല്ലാതെ അല്ലെങ്കിൽ അതിൻ്റെ അനുഭവത്തിൽ നിന്ന് അദ്ദേഹത്തെ പുറകോട്ട് വലിക്കുന്ന പിശാചിൻ്റെ, നോക്കിയേ ആ വേർഡ് തന്നെ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്, പിശാചിൻ്റെ മകനെ, സർവ്വനീതിയുടെയും ശത്രുവേ. ആ ഓരോ പദത്തിനും ഓരോ നിലയിലുള്ള അർത്ഥങ്ങളുണ്ട്. നേർവഴി തെറ്റിച്ച് കളയുന്ന, മറിച്ച് കളയുന്ന ആളെ എന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. അപ്പം ഇതെന്നും വളരെ സജീവമാണ്. നമുക്കറിയാം, മനുഷ്യനെ നേർവഴിക്ക് കൊണ്ടുപോകാതെ, ഇനി സുവിശേഷമാണെങ്കിൽ തന്നെ നമുക്കറിയാം നേരായ സുവിശേഷത്തിലോട്ട് മനുഷ്യനെ ആകർഷിക്കാതെ പല രീതിയിൽ അതിനെ വ്യതിചലിച്ച് പോകുന്ന മനുഷ്യനെ നമ്മൾ കാണും. ഇതെല്ലാം നേർവഴിയെ മറിച്ച് കളയുന്നതാണ് അല്ലേ? സത്യസുവിശേഷത്തെ യഥാർത്ഥമായി മനുഷ്യനിൽ എത്തിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്നത് എന്താ? അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുക എന്നുള്ളതാണ് അല്ലേ? അങ്ങനെയും ചെയ്യുന്നവരുണ്ട്. അപ്പം നേർവഴിയെ മറിച്ച് കളയുന്നവരുണ്ട്, പിന്നെ ധൂർത്ത് നിറഞ്ഞവരുണ്ട്, അതുപോലെ സകല കപടവും നിറഞ്ഞ രീതിയിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. ഇതെല്ലാം ഇതിനകത്തുണ്ട്. ഇതിനെയൊക്കെ നമ്മൾ അതിജീവിച്ചു വേണം, അല്ലെങ്കിൽ ഇതിനെ ജയിക്കാനുള്ള ആത്മശക്തിയോടുകൂടെ വേണം, അല്ലെങ്കിൽ അതിനെ ജയിച്ചെങ്കിൽ മാത്രമേ നമുക്കൊരാളെ കർത്താവിനായി നേടുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അത് ആ ഒരു പോരാട്ടത്തിൽ നാം ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കും. അതുകൊണ്ടാണ് നമ്മളൊരു വ്യക്തിക്ക് വേണ്ടി ദൈവത്തിൻ്റെ വചനം നമ്മൾ പങ്കുവെക്കുമ്പോഴും നമ്മൾ സാധാരണ പറയാറുണ്ട്, ആ വ്യക്തിക്ക് വേണ്ടി നമ്മൾ നിരന്തരം എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയിലൂടെയാണ് ഇത് സാധ്യം. നമ്മുടെ കഴിവുകൊണ്ടല്ല, നമ്മളവരോട് പറയണം, സുവിശേഷം അറിയിക്കണം. അപ്പോൾ തന്നെ ആ സുവിശേഷം ഫലവത്തായ നിലയിൽ അവരുടെ ഉള്ളത്തിൽ പരിവർത്തിച്ച് അവരെ ആ പിശാചിൻ്റെ കയ്യിൽ നിത്യജീവനിലേക്കുള്ള ആ വഴിയെന്ന് പറയുന്നത്, അത് നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ കരം അവിടെ ഇറങ്ങി വന്ന്. അപ്പോൾ ഇവിടെ ലൂക്കോസ് ഈ സംഭവം ആദ്യം തന്നെ പറയാൻ കാരണം, സുവിശേഷീകരണത്തിൽ ആദ്യമായി അവർക്ക് നേരിടുന്ന വെല്ലുവിളി എന്ന് പറയുന്നത് ഈ പിശാചിൻ്റെ പോരാട്ടത്തെ അവർ ജയിക്കണം. മനുഷ്യൻ്റെ കണ്ണിനെ കുരുടാക്കി കളയുന്ന ഈ അനുഭവങ്ങളെ ജയിച്ചെങ്കിൽ മാത്രമേ അവർക്ക് ഫലപ്രദമായ സുവിശേഷീകരണത്തിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് ബോധ്യപ്പെടുത്തുന്നതിനാണ്. അത് സത്യം തന്നെയാണ്. നമ്മൾ താഴോട്ട് വായിക്കുന്നു, ഈ ഉണ്ടായത് ദേശാധിപതി കണ്ടിട്ട് വിസ്മയിച്ച് ദേശാധിപതിക്ക് ഇത് കണ്ടപ്പോൾ ഈ സൈനും അതോടൊപ്പം തന്നെ ഉപദേശവും ഒരുപോലെ ഈ സംഭവം കണ്ടു. അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ വചനം പൗലോസിൽ നിന്നും ബർന്നബാസും കേൾക്കുവാനിടയായി ഈ ദേശാധിപതി കർത്താവിലേക്ക് വരുവാനിടയായി എന്നാണ് നമുക്കവിടെ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം. 1-2 വേദഭാഗങ്ങൾ വായിച്ച് നമുക്കത് അവസാനിപ്പിക്കാം. അടുത്ത വാക്യം ഇവിടെ 13 മുതൽ വായിച്ചാട്ടെ. യെരൂശലേമിലേക്ക് മടങ്ങിപ്പോയി. അവരോ പെർഗയിൽ നിന്ന് പുറപ്പെട്ട് ശബത്ത് നാളിൽ പള്ളിയിൽ ചെന്നിരുന്നു. മതി. ഇനി നമ്മളതിൻ്റെ താഴോട്ടുള്ള വാക്യങ്ങൾ, അതിൻ്റെ 52 വരെയുള്ള വാക്യങ്ങളിൽ മനോഹരമായ പൗലോസിൻ്റെ ഒരു പ്രസംഗമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ പള്ളിയിൽ ചെന്ന് ജനത്തോട് പ്രബോധിപ്പിക്കുവാനായിട്ട് വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എഴുന്നേറ്റ് നിന്ന് ആ ജനത്തിന് ആവശ്യമുള്ള നിലയിൽ, എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇവിടെ യഹൂദന്മാരാണ് കൂടി വന്നിരിക്കുന്നത്. യഹൂദന്മാരുടെ പള്ളിയായ സിനഗോഗിലാണ് പ്രസംഗം നടത്തുന്നത്. ആ സിനഗോഗിലുള്ള യഹൂദന്മാരോട് ഏത് നിലയിൽ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിലും അവരോട് ഉള്ള ദൈവീയ സന്ദേശമായി നൽകുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രസംഗമാണ് വളരെ വിശദമായിട്ട് ലൂക്കോസ് നമുക്ക് രേഖപ്പെടുത്തി തന്നിരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ സാംസ്കാരികമായ അല്ലെങ്കിൽ ഒത്തിരി മാറ്റങ്ങൾക്ക് വിധേയമായിരിക്കുന്ന നമ്മുടെ ലോകത്തിൽ എങ്ങനെ സുവിശേഷം പ്രസന്റ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു അറിവ് തരുന്നത് ഈ പ്രസംഗങ്ങളെല്ലാം നമ്മളൊന്ന് വിലയിരുത്തുമ്പോഴാണ്. പൗലോസ് ഓരോ ഓഡിയൻസിൻ്റെ മുമ്പിൽ ചെല്ലുമ്പോഴും ആ സമൂഹത്തെ മനസ്സിലാക്കിക്കൊണ്ട് അവരോട് ഫലപ്രദമായ നിലയിൽ യേശുവിനെ അവർക്കായിട്ട് നൽകുവാൻ പൗലോസ് ശ്രമിക്കുന്നത്
നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. ആ പ്രസംഗം ദൈവം വെച്ചാൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് വിശദമായിട്ട് നമ്മൾ ഇതിനു മുമ്പും പ്രസംഗങ്ങളുടെ ഒരു പുസ്തകമാണ് അപ്പോസ്തല പ്രവൃത്തികൾ. ഒത്തിരി പ്രസംഗങ്ങൾ ഇതിനകത്ത് കോട്ട് ചെയ്തിട്ടെന്നുള്ളതല്ല, ഇതൊരു ദീർഘമായ പ്രസംഗമാണ്. അപ്പോൾ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സുവിശേഷം അറിയിക്കുന്നതിനകത്ത് പ്രകാരം ആ വചനങ്ങളൊക്കെ ഫലപ്രദമായി എന്നുള്ളത് വളരെ അത്ഭുതകരമായ ഒരു സംഭവം തന്നെയാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുക. ഈ ഒന്നാം മിഷണറി യാത്ര, പൗലോസിൻ്റെ ഈ ഒന്നാം മിഷണറി യാത്രയിൽ മൂന്നാല് ചില പ്രധാന പോയിന്റ് നമ്മളവിടെ ഓർത്തിരിക്കുക. ഒന്ന്, ആ വേലയുടെ ആരംഭം എന്ന് പറയുന്നത് കുപ്രോസിലായിരുന്നു. സൈപ്രസ് എന്ന് പറയുന്ന ദ്വീപിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അതിൻ്റെ കാരണം ബർണബാസ് എന്ന് പറയുന്ന ആളും ശൗലിനോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പം ബർണബാസിൻ്റെ സ്ഥലമാണേത്? കുപ്രോസ്. അപ്പം അവരുടെ സ്വന്തം ദേശത്ത് തന്നെ ഇത് തുടങ്ങാൻ പരിശുദ്ധാത്മാവരെ അവിടോട്ട് അയക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. മറ്റൊന്ന് നമ്മൾ കണ്ടത്, സിനഗോഗുകളിലാണ് അവർ കൂടുതലും. പോയ സ്ഥലങ്ങളിലൊക്കെ ആദ്യം ചെന്നൊരു സിനഗോഗ ഉണ്ടോ എന്ന് അന്വേഷിക്കും. കാരണം എന്താ, അത് അവർക്ക് നല്ലൊരു അവസരമായിരുന്നു. മൂന്നാല് കാരണങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, അവിടെ അവർ മെസ്സിയായി കാത്തിരിക്കുന്നവരാണ് യഹൂദന്മാർ. അതുകൊണ്ട് യേശുവിനെ പ്രസന്റ് ചെയ്യാൻ അവർക്ക് വളരെ എളുപ്പമായിരുന്നു. രണ്ട്, ഒരു പ്രവർത്തന കേന്ദ്രമായിട്ട് അവരതിനെ കണ്ടിരുന്നു. ശ്രോതാക്കളെ ലഭിക്കാനുള്ള ഒരു അവസരം അവിടെ ഉണ്ടായിരുന്നു. വേറെങ്ങും പിന്നെ പോകേണ്ട കാര്യമില്ലായിരുന്നു. അവരുടെ പ്രവർത്തനത്തിൻ്റെ ഒരു കേന്ദ്രമായി സിനഗോഗിനെ തന്നെ അവർ തിരഞ്ഞെടുത്തു. ഇതൊക്കെയായിരുന്നു അതിൻ്റെ കാരണം. മറ്റൊന്ന്, ഓരോ സ്ഥലത്തിലും 13-ാം അധ്യായം നമ്മൾ ഈ വായിക്കുന്ന 17 മുതൽ വായിക്കുന്ന ഈ പ്രസംഗം, 14-ാം അധ്യായത്തിലും 15 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അടുത്ത പ്രസംഗമുണ്ട്. ഇവിടെയെല്ലാം നമ്മൾ കാണുന്നത് ആ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ പ്രസംഗം എന്ന് പറഞ്ഞാൽ സുവിശേഷത്തിന് മാറ്റം വരുത്തുന്നില്ല. സുവിശേഷത്തിൻ്റെ സത്ത അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതെ ശ്രോതാക്കളെ എങ്ങനെ അവർക്ക് അനുയോജ്യമായ നിലയിലുള്ള ദൈവവചനം അവർക്ക് കൊടുക്കുന്ന ഒരു കാഴ്ച നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. മറ്റൊന്ന്, 14-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അടുത്ത യാത്രകൾ കാണുന്നുണ്ട്. അതിൻ്റെ 21-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഒരു കാര്യം ഒന്ന് വായിച്ച് അവസാനിപ്പിക്കാം. 14:21. മടങ്ങിച്ചെന്ന്, അതായത് പൗലോസിന്റെ ഒരു രീതി എന്ന് പറയുന്നത്, ഒരു സ്ഥലത്ത് ചെന്നു, കുറച്ചുപേർ രക്ഷിക്കപ്പെട്ടു, അങ്ങനെ തുടർന്നങ്ങ് പോകുക എന്നുള്ളതല്ല, വീണ്ടും ഒരു സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോകുന്ന രീതി. അത് ഇതിനകത്ത് നമ്മൾ കാണുന്നുണ്ട്. വീണ്ടും ആ സ്ഥലങ്ങളിലേക്ക് പോകുന്ന ഒരു കാര്യമുണ്ട്. 14:23 ഒന്ന് വായിക്കാമോ? 23. മറ്റൊരു അപ്പോൾ ആ സഭയുടെ അല്ലെങ്കിൽ അവിടെ വന്ന ദൈവമക്കളുടെ വളർച്ചയ്ക്കുള്ള ഒരു ക്രമീകരണം കൂടെ ചെയ്തിട്ടാണ് പൗലോസ്. ഇതെല്ലാം ആ സുവിശേഷീകരണത്തിന്റെ രീതികളാണ്. നമ്മളത് മനസ്സിലാക്കുമ്പോൾ പഠിക്കുമ്പോൾ അങ്ങനെയാണ്. അപ്പം വേല ആരംഭിച്ചത് കുപ്രോസിൽ നിന്ന്. 2, സിനഗോഗയുടെ ഒരു പ്രവർത്തന കേന്ദ്രമായിരുന്നു. അനുയോജ്യമായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ രീതി അവലംബിച്ചിരുന്നു. മറ്റൊന്ന്, വീണ്ടും വീണ്ടും സ്ഥലങ്ങളിലേക്ക് തിരിച്ചു പോകുമായിരുന്നു. അവരുടെ വളർച്ചയ്ക്കുള്ള ഒരു ക്രമീകരണം ആ വാക്യം വായിക്കുമ്പോൾ 23 വായിക്കുന്നു. അവർ മൂപ്പന്മാരെ ആക്കുകയും പിന്നെ ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് അവരെ പരമേൽപ്പിക്കുകയും ചെയ്തു. അതൊരു അനുഗ്രഹിക്കപ്പെട്ട വാക്യമാണ്. അപ്പോൾ ഒരു സ്ഥലം വിട്ടു പോകുമ്പോൾ ഇവിടെ എല്ലാം വലിയ എതിർപ്പുകളുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഈ സ്ഥലങ്ങളെല്ലാം വലിയ എതിർപ്പുകളുണ്ട്. അവിടെ അവരതിനെ ജയിച്ചതെങ്ങനെയാണ്? പൗലോസ് ഒരു പോരാളിയായി മുമ്പിൽ നിൽക്കുമ്പോഴും ഈ പുതുതായിട്ട് വരുന്ന വിശ്വാസികളാണ് ആ സ്ഥലത്തുള്ളത്. അപ്പോൾ അവർ വിശ്വാസത്തിൽ നിലനിൽക്കണമെങ്കിൽ പൗലോസിനറിയാം എപ്പോഴും അവരുടെ കൂടെ ഇരിക്കാനൊക്കത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ പ്രാർത്ഥിച്ച് അവരെ കർത്താവിൻ്റെ കയ്യിൽ അങ്ങ് വരമേൽപ്പിച്ചു. അങ്ങനെയല്ലേ ഇത് എഴുതിയേക്കുന്നത്? വായിച്ച ആ വാക്യം ഒന്ന് വായിക്കാവില്ലേ? ഞാൻ പലപ്പോഴും ആ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ തോന്നാറുണ്ട്, ഈ പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് കഴിയുമ്പോൾ അവർക്കൊരു ഹൃദയത്തിലൊരു ധൈര്യം കിട്ടിക്കാണുമില്ലേ? അങ്ങനെയല്ലേ ചില കാര്യങ്ങൾ നമ്മളും അങ്ങനെയല്ലേ, പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് കഴിയുമ്പോൾ ഒരു ധൈര്യം വരും. അങ്ങനെയാണ് പൗലോസ് ചെയ്തത്. പൗലോസ് ഉൾപ്പെടെ ഉപവസിച്ചെന്നാണ് അതിൻ്റെ അർത്ഥം. പൗലോസ് ഉൾപ്പെടെ അവിടെ നിന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഇവരെ കർത്താവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അവരടുത്ത സ്ഥലത്തേക്ക് പോയി. അങ്ങനെ സഭയുടെ വളർച്ചയ്ക്കുള്ള ക്രമീകരണം അവർ ചെയ്തു. മറ്റൊന്ന്, 13-ാം അധ്യായം 6-ാം വാക്യത്തിലെ 14-21 നമ്മൾ നോക്കുമ്പോൾ ഗ്രാമത്തേക്കാൾ പട്ടണങ്ങൾ അവർ തിരഞ്ഞെടുത്തു. അതിൻ്റെ കാരണം നമുക്കറിയാം, പട്ടണങ്ങളിലാണ് എല്ലാ ഗ്രാമങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ കൂടുതൽ അവിടെ വരുവാനായിട്ട് ഇടയായിത്തീരുന്നത്. അത് പൗലോസിൻ്റെ മിഷണറി സ്ട്രാറ്റജിയിലെ ഒരു പ്രധാന കാര്യം, ഗ്രാമത്തേക്കാൾ പട്ടണങ്ങൾ തിരഞ്ഞെടുത്തു. അവസാനമായി 14-ാം അധ്യായം 15-ാം വാക്യം ഒന്ന് വായിക്കാവോ? ഇതിൻ്റെ എല്ലാം ഒരു ലക്ഷ്യം, ഒറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 14, 15, 16 വാക്യം. ഇവർ പോയ യാത്രയിൽ പല അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്, അമാനുഷികമായ പല കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ഉള്ളിൽ എന്തായിരുന്നു? അതാണ് ഈ വാക്യം പറയുന്നത്. പുരുഷന്മാരെ, നിങ്ങൾ ഈ ചെയ്യുന്നത്, ഞങ്ങൾ വെറും മനുഷ്യരാണ്. പിന്നെ നിങ്ങൾ ഈ കൊണ്ടുവന്ന സംഭാവന കൊണ്ടുവരുന്നതോ
മുട്ടുമടക്കുന്നോ ഇതൊന്നും നിങ്ങൾ ചെയ്യണ്ട. നിങ്ങൾ ഈ വ്യർത്ഥ കാര്യങ്ങളെ വിട്ട് പിന്നെ ആകാശവും ഭൂമിയും ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് തിരിയണമെന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കും എന്ന് പറഞ്ഞാൽ എന്താ? ദൈവമഹത്വം മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. എന്തെങ്കിലും ഒരു അത്ഭുതമോ പ്രവൃത്തിയോ ദൈവം തന്നെ നാമം നിമിത്തം നമ്മളിലൂടെ ചെയ്യുമ്പോൾ അതിൻ്റെ മഹത്വം എടുക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ടല്ലേ. പക്ഷെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ, അതുകൊണ്ടാണ് പറഞ്ഞത് പൗലോസ്, പുരുഷന്മാരെ നിങ്ങൾ ഈ ചെയ്യുന്നത് എന്തുവാ? ഞങ്ങളാരാ? ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യരാണ്. ഞങ്ങൾ നിങ്ങളെപ്പോലെ മനുഷ്യരാണ്. പിന്നെ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ വചനത്തെ ഉറപ്പിക്കാൻ ദൈവം ചിലപ്പോൾ അത്ഭുതങ്ങൾ ചെയ്തെന്നിരിക്കും. അത് ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന കാര്യമാണ്. അതിന് മഹത്വം മനുഷ്യർക്കൊന്നുമല്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവരുടെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് ആ വാക്യത്തിൽ തന്നെ വ്യക്തമാണ്. അതിൽ നിന്നൊരു മഹത്വം എടുക്കാൻ അവർ ആഗ്രഹിച്ചില്ല. ഇതിൻ്റെ സർവ്വമഹത്വവും ദൈവത്തിനായിരിക്കണമെന്ന് അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ പറഞ്ഞത്, ഞങ്ങളും നിങ്ങളെപ്പോലെ വെറും മനുഷ്യരാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവത്തിൻ്റെ സുവിശേഷം അറിയിക്കുന്നതിൽ ദൈവം അവരെ ആക്കി വെച്ചെന്നും അതിൽ കൂടെ ദൈവനാമം മഹത്വം എടുക്കണമെന്നുള്ള നിർബന്ധമായിരുന്നു ഉണ്ടായിരുന്നെന്ന് കാണുവാനായിട്ട്. ഇങ്ങനെ ചില ആത്മീയ പാഠങ്ങളാണ് ഈ ഒന്നാം മിഷന്റെ യാത്രയിൽ നമുക്ക് പഠിക്കുവാനിടയാവുന്നത്. നമ്മുടെ കണ്ണുകളെ വീണ്ടും അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരന്മാരിൽ ഒരാൾ ചുരുക്കമായി പ്രാർത്ഥിച്ചാട്ടെ.